ഹലോ ഗായ്സ്, വെൽക്കം ടു AnzysViews. കോമൺ ഡൗട്ട്സിൻ്റെ 5ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കോമൺ ഡൗട്ട്സ് എന്ന് പറയുന്നത് നമുക്കിടയിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ളൊരു പ്രോഗ്രാമാണ്. ഇതിനു മുമ്പ് പല ഡൗട്ടുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൊത്തത്തിൽ കാണാൻ പറ്റുന്ന ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഏതായിരുന്നാലും ഇന്ന് നമ്മൾ ഈ 5ാമത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഡാർക്ക് മോഡ് എന്നുള്ള ഫീച്ചറിനെ കുറിച്ചാണ്. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ ഡാർക്ക് മോഡ് എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം? ഇപ്പോൾ റെഡ്മി ഫോണുകളിൽ ഡാർക്ക് മോഡ് ഉണ്ട്, റിയൽമി ഫോണുകളിൽ ഡാർക്ക് മോഡ് വരുന്നു, OnePlus ഫോണുകളിൽ മുമ്പേ ഡാർക്ക് മോഡ് ഉണ്ട്, ആൻഡ്രോയിഡ് 10ൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഡാർക്ക് മോഡ്. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഡാർക്ക് മോഡിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഡാർക്ക് മോഡ് എന്നതിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഇപ്പോൾ ഡാർക്ക് മോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡാർക്ക് ആക്കുക എന്നുള്ളതാണ്. അതായത് സാധാരണ നമ്മൾ ഡിസ്പ്ലേയിലൊക്കെ കണ്ടുവരുന്ന യൂസർ ഇൻ്റർഫേസിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മിക്കവാറും കേസിലൊക്കെ വൈറ്റ് ആയിരിക്കും. ഇപ്പോൾ സെറ്റിങ്സ് ആയാലും അതുപോലെ തന്നെ കോൺടാക്റ്റ് ആയാലും പിന്നെ ഫോൺ ആപ്ലിക്കേഷൻ ആയാലും മെസ്സേജിങ് ആപ്ലിക്കേഷൻ ആയാലും ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് മുകളിലായിട്ട് കാണുന്ന രീതിയിലാണ്. പക്ഷേ ഈ ഡാർക്ക് മോഡിലേക്ക് നമ്മൾ മാറ്റിയാൽ ഇതെല്ലാം ബ്ലാക്ക് കളറിലേക്ക് മാറുന്ന ഒരു സംഭവമാണ് ഈ ഡാർക്ക് മോഡ്. ഇതാണ് സിമ്പിളായിട്ട് ഡാർക്ക് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും, ഇപ്പം ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സംഗതിയാണ് ഇതുകൊണ്ട് വലിയ ഉപകാരമുണ്ടോ എന്നുള്ള രീതിയിൽ പലർക്കും ഡൗട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉപകാരമുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഈ ഡാർക്ക് മോഡിൻ്റെ ഉപകാരങ്ങൾ എന്നതിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ കുറയും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഡിസ്പ്ലേയിൽ വൈറ്റ് കളറുള്ളത് കാണുന്നതും ബ്ലാക്ക് കളറുള്ളത് കാണുന്നതും നമ്മുടെ കണ്ണിനുള്ള ഒരു പ്രശ്നത്തെ കുറിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ബ്ലാക്ക് കളറുള്ളത് കാണുന്നത് നമുക്ക് കണ്ണിന് കുറച്ചുകൂടി ഒരു കുളിർമയുള്ളതാണ്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു പ്രശ്നം ഉണ്ടാകാത്ത ഒരു കളറാണ് ഈ ബ്ലാക്ക് കളർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഡാർക്ക് മോഡ് ഇട്ടിട്ട് ലോ ലൈറ്റിൽ ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ അത്രത്തോളം വൈറ്റ് കളറിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ കണ്ണിന് ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഡാർക്ക് മോഡിൻ്റെ ഒന്നാമത്തെ ഒരു ഫീച്ചർ. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്. പക്ഷേ ബ്ലാക്ക് കളറിലേക്ക് മാറ്റുമ്പോൾ നമുക്കൊരു കൂൾ ലുക്കാണ്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വരുന്നു, ടെക്സ്റ്റും പിക്ചറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് ലുക്കാണ്. അത് ഉപയോഗിച്ചവർക്ക് അത് മനസ്സിലാകും. പേഴ്സണൽ ഒപ്പീനിയൻ ആകാം, ചിലപ്പോൾ ചിലർക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം. പക്ഷെ പേഴ്സണലി ഞാൻ കുറേ പേരോട് സംസാരിച്ചിട്ടുണ്ട് ഈ ഡാർക്ക് മോഡിനെ കുറിച്ച്. അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഡാർക്ക് മോഡാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതിനേക്കാളും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ് ഇഷ്ടമായിട്ട് തോന്നിയത്. അപ്പോൾ ഇതും രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് LED ഡിസ്പ്ലേക്ക് ബാധകമാകുന്ന അഡ്വാൻറ്റേജ് ആണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഫുൾ HD റെസൊല്യൂഷനുള്ളൊരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അതിൽ ഏകദേശം 20 ലക്ഷത്തിന് മുകളിൽ പിക്സൽസ് ഉണ്ടാവും. അപ്പോൾ ഈ LED ഡിസ്പ്ലേയിൽ ഈ ഓരോ പിക്സലും ഓരോരോ LED ആണ്. അതിൽ ഓരോരോ LEDയും ഓരോ കളർ നമ്മുടെ പിക്ചറിനനുസരിച്ചുള്ള കളർ കാണിക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് കാണിക്കുമ്പോഴാണ് നമുക്ക് ഡിസ്പ്ലേയിൽ ഓരോരോ സംഭവങ്ങൾ കാണുന്നത്. ഇതാണ് LED ഡിസ്പ്ലേ ബേസിക് ആയിട്ട് പറഞ്ഞാൽ. അപ്പോൾ ഈ LED ഡിസ്പ്ലേയിൽ ബ്ലാക്ക് കളർ കാണിക്കുന്നിടത്തൊക്കെ ഈ LED ഓഫ് ചെയ്യുന്ന സംഭവമാണ്. അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. അതല്ലാത്ത മറ്റുള്ള കളറിലേക്കൊക്കെ മാറുമ്പോഴാണ് ഇത് ലൈറ്റ് അടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. ബ്ലാക്ക് കളർ കാണിക്കുമ്പോൾ അതിന് ലൈറ്റ് അടിക്കേണ്ട, അത് ഓഫ് ചെയ്തിട്ടാൽ മതി. അതായത് നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഇതുവരെ ഈ ഒരു LED ഡിസ്പ്ലേയിൽ ഉപയോഗിക്കുന്നത്. അത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ മാറ്റുമ്പോഴുള്ള പ്രധാനമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തായിരിക്കും? തീർച്ചയായിട്ടും ഈ ബ്ലാക്ക് കളർ ഉള്ളിടത്തൊക്കെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ പിക്സൽസ് ഓഫ് ചെയ്തിടാൻ പറ്റും. അത് മുഖേന നമുക്ക് ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും. അതാണ് LED ഡിസ്പ്ലേകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡാർക്ക് മോഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഡാർക്ക് മോഡ് കൊണ്ട് LED ഡിസ്പ്ലേകൾക്ക് പ്രധാനമായിട്ട് 3 മെച്ചങ്ങളുണ്ട്. നമുക്ക് LCD ഡിസ്പ്ലേയുടെ കേസ് എടുക്കുമ്പോൾ പ്രധാനമായിട്ട് 2 മെച്ചങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡാർക്ക് മോഡിനെ കുറിച്ച് അതിൻ്റെ ഉപകാരങ്ങളെ കുറിച്ചും ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേകളെ കുറിച്ചൊക്കെ ഉള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോരോ ഡിസ്പ്ലേ ടെക്നോളജികളെ കുറിച്ച്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കാണാനുള്ള ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും AnzysViews എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. Thanks for watching this video.